ചാനലിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പഠിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് സംശയങ്ങൾ വരുന്ന പക്ഷം നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ തരുന്നു. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് എന്നെ വിളിക്കാം. വിളിക്കാനുള്ള നമ്പർ ഞാൻ വാട്സപ്പിൽ തരുന്നുണ്ട്. എന്തായാലും ഞാൻ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞിരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. 8111827278. ഒരിക്കലും കൂടെ പറയുകയാണ്, 8111827278. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. SLC സംബന്ധിച്ച് കുറച്ച് ഒത്തിരി കട്ടി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. എന്നാൽ വളരെ ഇത്രയധികം ഈസി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്ന, കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അത് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ട്രിഗണോമെട്രിയാണ്. ട്രിഗണോമെട്രി എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ട് പാർട്ടിൽ, ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിലെ ആദ്യത്തെ പാർട്ടിലെ ഫസ്റ്റ് പാർട്ടിലെ 5th ചാപ്റ്ററാണ് ട്രിഗണോമെട്രി. ഓക്കെ, പേജ് നമ്പർ 99 എന്നാണ് തോന്നുന്നു. നിങ്ങൾ ടെസ്റ്റ് നോക്കുക. ഇനി ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് എടുക്കണം. അതിലെ പ്രോബ്ലംസ് ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, സ്കൂൾ ടെസ്റ്റിലെ പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. മുൻകാലങ്ങളിൽ പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തരുന്നതാണ്. നമുക്കിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പറയാം, നിങ്ങൾക്കൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് പെട്ടെന്ന് അത് എന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ട് ചെയ്യാനുള്ള അത്ര ഒരു വലിയ വിപുലമായ സംവിധാനത്തിലല്ല ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തൽക്കാലം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ, ഇപ്പോൾ എനിക്ക് ഓരോ ക്വസ്റ്റ്യനും ഇങ്ങനെ എഴുതി പഠിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് കരുതി വയ്ക്കുക. എന്നിട്ട് ഞാൻ പേജ് നമ്പർ പറയും, ആ പേജ് എടുത്തിട്ട് ക്വസ്റ്റ്യൻ നോക്കുക, അതനുസരിച്ച് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇനി അടുത്ത് ഇത് വേറെ പറഞ്ഞാൽ, ഞാൻ ഈ പഠിപ്പിക്കുന്ന മെത്തേഡ് ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ആയിരിക്കില്ല, കുറച്ചും അതിലൊന്നും ഡിഫറൻ്റ് ആയിരിക്കും. ഇനി ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പഠിപ്പിക്കുന്ന മെത്തേഡ് കുറച്ച് ഈസിയാണ്, മറ്റുള്ളവർ പഠിപ്പിക്കുന്നതിനേക്കാൾ കുറച്ച് ഈസി എന്നാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുന്നുള്ളത്, ഡിഫറൻ്റ് ആയിരിക്കും. അതിൽ ഏതൊരു സംശയവും വേണ്ട. അങ്ങോട്ട് പോകും തോറും നിങ്ങളത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുമെന്നുള്ളതിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. നിങ്ങൾ ക്ലാസ് ദയവായിട്ട് എല്ലാ എപ്പിസോഡും ഇതിപ്പോൾ പാർട്ട് ഫസ്റ്റാണ്, അതുപോലെ സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, ഫോർത്ത് അങ്ങനെ 4 പാർട്ടായിട്ടായിരിക്കും ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. കാരണം ഒരു മഹാസാഗരം കിടക്കും പോലെ വലിയൊരു, അല്ലേ, അങ്ങനെ അതാണ് അതിൻ്റെ ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം വളരെ കുറച്ചുകൂടെയൊക്കെ എളുപ്പമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ നമുക്കത് പഠിപ്പിച്ചു തീർക്കാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എല്ലാവരും കണ്ടല്ലോ ട്രിഗണോമെട്രി. ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, A² + B² = C². കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? B² + altitude square = എന്നാണ് ഹൈപ്പോട്ടനസ് സ്ക്വയർ. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതിന് നമുക്ക് എന്താ പറയുക, ബേസിന് നമുക്ക് എന്ത് കൊടുക്കാം, A. ഓൾട്ടിറ്റ്യൂഡ് എന്താണ്, B. ഹൈപ്പോട്ടനസ് C, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, A² + B² = C². Base sum of the squares of base and altitude is equal to square of third side, അതായത് C². അതാണ് പറഞ്ഞിരിക്കുന്നത്, A² + B² = C², അല്ലേ? അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, അപ്പോൾ A എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ, B എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ, C = 5 സെൻറ്റിമീറ്റർ. നമുക്ക് നോക്കാം. A² + B² = C². A² എത്ര, 3. 3² + B ഇവിടെ എത്ര, 4. 4² = C². C ഇവിടെ എത്ര, 5. കറക്റ്റാണോ? 3² എന്താണ്, 9 + 4² എത്ര, 16. ഇന്നും 4² എന്ന് പറഞ്ഞാൽ 3² എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാത്ത കുട്ടികൾ ആവശ്യം പോലെയുണ്ട്. 3² പെട്ടെന്ന് പറയും 6, 4² 8, 5² 10. എളുപ്പമാണ്, പെട്ടെന്ന് അവരുടെ സഡൻ ആൻസർ കിട്ടും, ഒന്നും ആലോചിക്കില്ല. അങ്ങനെയുള്ള കുട്ടികളുണ്ട്.
എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ചൊരു പൊട്ടത്തിന് വിളിച്ച് പറയുക. ഒരു സെക്കൻഡ് അവർ ചിന്തിക്കില്ല എന്താണ് പറയേണ്ടതെന്നുള്ളത്, പെട്ടെന്ന് വിളിച്ച് പറയുക. അപ്പോൾ 3 സ്ക്വയർ 6 അല്ല, 3 × 3, 3 × 3 ആണ് ഇത് 3 സ്ക്വയർ. അപ്പോൾ 9 + 4 സ്ക്വയർ എത്ര? 4 × 4 16 = 5 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 25 അല്ലേ? അപ്പോൾ 9 + 16 എന്ന് പറയുന്നത് എന്താണ്? 25 = ഇവിടെ എന്താണ്? 25. ശരിയല്ലേ? അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ട്രിഗണോമെട്രിയും നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് എന്ത് കൊടുത്തിരിക്കുന്നത്? A² + B² = C². ഇനി നമുക്ക് നോക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. എന്തുകൊണ്ടാണ് കാരണം അങ്ങനെ പറയാൻ കാരണം? 90 ഡിഗ്രി. ഒരു ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അതിൻ്റെ ഓപ്പോസിറ്റ് ഏറ്റവും നീളമുള്ള വശമായിരിക്കും അതിൻ്റെ കർണം. കർണം എന്ന് പറയുക, അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ്. ഇനി ഇതിനെന്താ പറയുക? ബേസ്. ഇതിനെന്താ പറയുക? ഓൾട്ടിറ്റ്യൂഡ് അല്ലേ? അതാണ് ബേസ്, ഓൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടനസ്. അതേ സമയത്ത് ട്രിഗണോമെട്രിയിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഒരു ആംഗിൾ, ഏതെങ്കിലും ഒരു ആംഗിളിൻ്റെ ബേസ് ചെയ്തിട്ട്, അപ്പോൾ അതായത് നമുക്കിതിന് ഈ ട്രയാങ്കിളിനെ എന്നും ബിന്നും സിന്നും പേര് കൊടുക്കാം. ABC, ട്രയാങ്കിൾ ABC ആംഗിൾ BC = 90 ഡിഗ്രി. നമുക്കിപ്പോൾ ഈ പറയുന്ന ആംഗിൾ, ഈ ആംഗിൾ എന്ന് പറയുന്നതാണ് A, ആംഗിൾ A. ഇതിനെ ഒരു 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 ആംഗിളിൻ്റെ അതിൻ്റെ മെഷർമെൻറ്റ്, അതിന് നമുക്ക് എന്ത് പറയേണ്ടത്? തീറ്റ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു സിമ്പിൾ നമുക്ക് കൊടുക്കാം. തീറ്റ മനസ്സിലായി? തീറ്റ എന്ന് പറയുന്നത് ഒരു ആംഗിളിൻ്റെ അളവാണ്. അതായത് ആംഗിൾ A ചിലപ്പോഴത് 30 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ 60 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ ഏതും ആവാം. അപ്പോൾ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എതിരെ കിടക്കുന്നത് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എയുടെ ഓപ്പോസിറ്റ് ഏതാണ്? BC. അപ്പോൾ നമുക്കതിന് എളുപ്പത്തിന് ഒരു ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഇട്ടോളൂ അല്ലേ? ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് BC ആണ്. അതിന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എഴുതി. ഇനി ഇതെന്താണ്? ഹൈപ്പോട്ടനസ്. നമുക്കറിയാം, അതിന് യാതൊരു മാറ്റവുമില്ല, ഹൈപ്പോട്ടനസ് അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ട്രിഗണോമെട്രിയിൽ നമ്മൾ പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ടനസ്. അതായത് എതിർവശം, സമീപവശം, പിന്നെ എന്താണ് പറയുന്നത്? ഹൈപ്പോട്ടനസ്. എതിർവശം, സമീപവശം, ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ വശത്തിന് നമ്മൾ കൊടുത്തു ഹൈപ്പോട്ടനസ് കൊടുത്തു. ഇതിന് നമ്മൾ മലയാളം മീഡിയം കുട്ടികൾ എതിർവശം, സമീപവശം, കർണം എന്നാണ് പറയുന്നത്. അതാണ് കർണം. എതിർവശം, സമീപവശം, കർണം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ടനസ്. അപ്പോൾ ഏതായിരിക്കും അഡ്ജസൻറ്റ് സൈഡ്? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന സൈഡ്, അതാണ് അഡ്ജസൻറ്റ് സൈഡ്, സമീപവശം. ഇതാണ്. ഓക്കെ, ഇത് അഡ്ജസൻറ്റ് സൈഡ്, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് ഹൈപ്പോട്ടനസ്. ഇനി അടുത്ത ട്രയാങ്കിൾ ABC ഞാൻ ഇവിടെയാണ് ആംഗിൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സൈഡൊക്കെയാണ് പറയുന്നത്. ഈ തന്നിരിക്കുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എതിരെ കിടക്കുന്നത്. ഓപ്പോസിറ്റ് എന്താണ്? എതിരെ കിടക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? എതിർവശം. ഇതെന്ത് തന്നെ എപ്പോഴും ഹൈപ്പോട്ടനസ്. ഇതെന്താണ്? ഓപ്പോസിറ്റ് സൈഡ്, ഹൈപ്പോട്ടനസ്. ഇതാണ് അഡ്ജസൻറ്റ് സൈഡ്. മനസ്സിലായല്ലോ? അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
ഈ സൈഡ് എപ്പോഴും എന്താണ് ഏറ്റവും വലിയ വശം കർണം തന്നെയാണ് ഏറ്റവും വലിയ വശം, നീളമുള്ള വശം കർണമായിരിക്കും. ഇത് രണ്ടും മാറി വരും. ഇപ്പം ഇവിടെ നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇതെന്തായി ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്തപ്പോൾ ഇതെന്തായി ഇത് ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ മറ്റത് എന്തായിരിക്കും അഡ്ജസ്റ്റൻറ്റ് സൈഡ് ആയിരിക്കും. ഇത് ഈ ആംഗിളിൻ്റെ ഇതെന്താണ് ഓപ്പോസിറ്റ് സൈഡ്, അതുപോലെ തന്നെ ഈ ആംഗിളിൻ്റെ ഇതെന്താണ് ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളിൽ എന്താണ് അഡ്ജസ്റ്റൻറ്റ് സൈഡ്, അതേപോലെ ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളിൻ്റെ ഇതെന്താണ് അഡ്ജസ്റ്റൻറ്റ് സൈഡ്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് നമ്മൾ നോക്കേണ്ടത്. കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മെയിനായിട്ട് പഠിക്കാനുള്ളത് സൈന്, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. സൈന്, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. അതിങ്ങനെ ഒരു പാട്ട് പോലെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. സൈന്, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. ഒരു സെക്ഷൻ. ഈ സെക്ഷൻ എന്താണ് സൈനും കോസും ടാനാണെങ്കിൽ അതിൻ്റെ അപ്പർ സെക്ഷൻ എന്തായിരിക്കും കൊസീക്ക്, സീക്ക്, കോട്ട്. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്. ട്രിഗണോമെട്രിയിൽ ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യം ഇതാണ്. സൈന്, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. അതിനാണ് നമ്മളിപ്പോൾ എന്ത് പഠിച്ചത്? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈപ്പോട്ടൻയൂസ് എന്താണെന്ന് നമ്മൾ നേരത്തെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്ത് പറയുന്നു? എതിർവശം, ഓപ്പോസിറ്റ് ഉള്ളത്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്ത് പറയുന്നു? അടുത്തുള്ളത്, സമീപവശം. ഇനി അടുത്ത ഹൈപ്പോട്ടൻയൂസ് ആൻഡ് കർണം. ഇതിൻ്റെ റൂൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടൻയൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻയൂസ്. ഇനി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡിനെ ഹൈപ്പോട്ടൻയൂസ് ഡിവൈഡ് ചെയ്യുക. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻയൂസ്. പിന്നെ ടാൻ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ തീറ്റ എന്ന് പറയുക. ടാൻ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ഇനി ടാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് അതായത് സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻയൂസ്, കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻയൂസ്, ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ എഴുതുകയാണ്, ശ്രദ്ധിക്കുക. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് by hypotenuse. Cos theta adjacent by hypotenuse. Tan theta side by adjacent side. മനസ്സിലായല്ലോ? അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻയൂസ്. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻയൂസ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഫസ്റ്റ് ഓപ്പോസിറ്റ്, ആദ്യത്തേത്. അടുത്തെന്താണ് അഡ്ജസൻറ്റ്, അടുത്തെന്താണ് ഹൈപ്പോട്ടൻയൂസ്. ഒത്തിരി ഓർത്തിരിക്കുക. ഓപ്പോസിറ്റ്, അഡ്ജസൻറ്റ്, ഹൈപ്പോട്ടൻയൂസ്. സൈൻ, കോസ്, ടാൻ. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക്ക്, സീക്ക്, കോട്ട് എന്ന് പറയും പോലെ അടുത്തത് പഠിച്ചിരിക്കേണ്ട ഓപ്പോസിറ്റ്, ഏറ്റവും മുകളിൽ ഓപ്പോസിറ്റ്. രണ്ടാമത് വരേണ്ടത് അഡ്ജസൻറ്റ്. മൂന്നാമത് വരേണ്ടത് ഹൈപ്പോട്ടൻയൂസ്. ഓപ്പോസിറ്റ്, അഡ്ജസൻറ്റ്, ഹൈപ്പോട്ടൻയൂസ്. സൈൻ, കോസ്, ടാൻ.
കൊസീക്ക് സീക്ക് കോട്ട്, ഓപ്പോസിറ്റ് അഡ്ജസൻറ്റ് ഹൈപ്പോട്ടൻസ്. ശ്രദ്ധിക്കുക, ഈ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. രണ്ടാമത്തെ കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. മനസ്സിലായല്ലോ? ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ തീറ്റ കിട്ടും, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ് തീറ്റ കിട്ടുന്നു. പിന്നെ അടുത്ത മൂന്നാമത്തെ ടാൻ തീറ്റയ്ക്ക് ആരെ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ആദ്യം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്, രണ്ടാമത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അടുത്തെന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതായത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ഇനി അടുത്ത് കൊസിക് തീറ്റ, സീക്ക് തീറ്റ, കോട്ട് തീറ്റ. ശ്രദ്ധിക്കുക, ഇതിൻ്റെ സ്പെല്ലിംഗ് SIN ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും കൃത്യമായിട്ട് അത് വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. SIN സൈൻ, COS കോസ്, TAN ടാൻ, സൈന് കോസ് ടാൻ. അപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. സൈന് കോസ് ടാൻ. അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളവരാണ് കൊസീക്ക് സീക്ക് കോട്ട്. സൈന് കോസ് ടാൻ, കൊസീക്ക് സീക്ക് കോട്ട്. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. അപ്പോൾ കൊസീക്ക് തീറ്റ തിരിച്ചെടുക്കുക, ഹൈപ്പോട്ടൻസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. അപ്പോൾ സീക്ക് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? തിരിച്ചെടുക്കുക, ഹൈപ്പോട്ടൻസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ തിരിച്ചെടുക്കുക, അതാണ് കോട്ട് തീറ്റ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ആയിക്കോട്ടെ. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ hypotenuse. Cos theta adjacent side by hypotenuse. Tan theta opposite side by adjacent side. ഇത് തിരിച്ചപ്പുറത്ത് പറയാം. കൊസിക്, COSEC, കൊസീക്കൻ്റ് എന്നാണ്. സീക്കൻ്റ് കോട്ടാൻജൻ്റ് എന്നൊക്കെയാണ് വരുന്നത്. ഇപ്പം നിങ്ങളിങ്ങനെ പഠിച്ചാൽ മതി. കൊസിക് തീറ്റ ഇസിക്കൽ ടു, തിരിച്ചെടുക്കുക, ഹൈപ്പോട്ടൻസ് ബൈ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്. ഇതിനടുത്ത് കോസ് തീറ്റ, അതിൻ്റെ ഓപ്പോസിറ്റ് സീക്ക് തീറ്റ ഇസിക്കൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. തിരിച്ചെടുക്കുക. ഇതിനടുത്ത് ടാൻ തീറ്റ തിരിച്ചെടുക്കാം, അതിൻ്റെ ഓപ്പോസിറ്റ് കോട്ട്. അഡ്ജസൻറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. തിരിച്ചിടുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. മലയാളം മീഡിയം സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. സൈൻ തീറ്റ എതിർവശം ബൈ കർണം. കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ സൈൻ തീറ്റ എതിർവശം ബൈ കർണം. കോസ് തീറ്റ സമീപവശം ബൈ കർണം. ടാൻ തീറ്റ എതിർവശം ബൈ സമീപവശം. കൊസിക് തീറ്റ കർണം ബൈ എതിർവശം. സിക് തീറ്റ ഹൈപ്പോട്ടൻസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. കോട്ട് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ്. അതിനെ നമുക്ക് മലയാളത്തിൽ എന്ന് പറയാം. കൊസിക് തീറ്റ കർണം ബൈ എതിർവശം, സിക് തീറ്റ കർണം ബൈ സമീപവശം, കോട്ട് തീറ്റ സമീപവശം ബൈ എതിർവശം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകം മറക്കുക, നമുക്ക് വേണ്ട. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ഒരു സെക്ഷൻ പഠിക്കേണ്ട, ഇത് മാത്രം പഠിക്കുക. നമുക്ക് ഇത് വേണ്ട. ഒത്തിരി കാര്യം ഓർത്ത് വയ്ക്കുക. സൈൻ, കോസ്, ടാൻ, കൊസിക്ക്, സീക്ക്, കോട്ട്. ഇത്രയും മാത്രമേ നിങ്ങൾ ഓർത്ത് വയ്ക്കാവൂ. ഈ ഒരു സെക്ഷൻ ഓർത്ത് വയ്ക്കണം. സൈൻ, കോസ്, ടാൻ, കൊസിക്ക്, സീക്ക്, കോട്ട്. എന്നിട്ട് സൈൻ, കോസ്, ടാൻ, കൊസിക്ക്, സീക്ക്, കോട്ട് ഇത് മാത്രം കാണാതെ പഠിച്ചു വയ്ക്കുക. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എതിർവശം ബൈ കർണം. കോസ് തീറ്റ സമീപവശം ബൈ കർണം, അതായത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. ടാൻ തീറ്റ
ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്, എതിർവശം ബൈ സമീപ വശം. ഇത്തിരി കാര്യം പഠിച്ചു വയ്ക്കുക. എന്നിട്ട് അപ്പുറത്ത് എന്താ വരുന്നത്? കൊസിക് സീക്ക് കോട്ട്. ഇതിനെല്ലാം കൂടെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി അല്ലേ? അങ്ങനെ തിരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആകെ കൺഫ്യൂഷനാകും. ഇതും അതുകൂടെ നമ്മുടെ മനസ്സിൽ തന്നെ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കരുത്, ഇത് പഠിക്കുക. പക്ഷേ ഇത് ഇത്രയും കാര്യം ഓർഡർ പഠിക്കുക. സൈൻ കോസ്റ്റൻ കൊസിക് സീക്ക് കോട്ട് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇന്നത്തെ ആദ്യത്തെ ഒരു എപ്പിസോഡാണ്. അപ്പോൾ ആ ക്ലാസ് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഉണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയിട്ട് ഇതിലുള്ള മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അടുത്ത എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത്. അത് ഞാൻ മാക്സിമം അതിന് ഞാൻ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഇതിപ്പോൾ എനിക്ക് ആകെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഒന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ ഇനി എന്തൊക്കെയാണെന്ന് അറിയണം. അതൊക്കെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, ഇനി അടുത്ത് പഠിക്കുന്നത് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ റൈറ്റ് ഡൗൺ ഓൾ ദ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് ട്രയാങ്കിൾ ആംഗിൾ എ എന്നാണ്. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ ഓൾ ദ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ എ. അപ്പോൾ നമ്മളവിടെ ആംഗിൾ എ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ബേസ്, ആൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടൻസ്. അങ്ങോട്ട് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിട്ട് നമ്മൾ ഇനി പുതിയ രീതിയിൽ പഠിക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ടൻസ്. എന്താണ് പഠിക്കുന്നത്? ബേസ്, ആൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടൻസ് മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ പഠിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ടൻസ്. ട്രിഗണോമെട്രിയിൽ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ സൈഡ് എപ്പോഴും എന്തായിരിക്കും? അതിൻ്റെ ഏറ്റവും വലിയ വശം അതിൻ്റെ കർണമായിരിക്കും. ഒരു ട്രയാങ്കിളിൻ്റെ ഏറ്റവും വലിയ വശം അല്ലേ അതിൻ്റെ കർണം, അതായത് അതിൻ്റെ ഹൈപ്പോട്ടൻസ്. അതവിടെ അങ്ങനെ എഴുതണമെന്നില്ല. ഹൈപ്പോട്ടൻസ് നമ്മൾ അങ്ങനെ എഴുതണ്ട. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ സ്മാളർ സൈഡ്സ് ആണ്. ഏതൊക്കെയാണ്? ബി സിയും എ ബിയും. അതിൽ ആരാണ് ഓപ്പോസിറ്റ്, ആരാണ് അഡ്ജസ്റ്റൻറ്റ്, അതായത് ആരാണ് എതിർവശം, ആരാണ് സമീപവശം എന്നുള്ളതാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത്. ഇവൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്, അതായത് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് ഉള്ളവനാണ് ഓപ്പോസിറ്റ് സൈഡ് ബി സി. അപ്പോൾ എളുപ്പത്തിന് നമ്മൾ ഓപ്പോസിറ്റ് വയ്ക്കുക. മറ്റവനായിരിക്കും അഡ്ജസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് സംശയം ക്ലിയറായി. ഈ ആംഗിളിലെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്, അതാണ് ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ മറ്റവൻ സ്വാഭാവികമായിട്ട് ആരായിരിക്കും? അഡ്ജസ്റ്റൻറ്റ് സൈഡ് ആയിരിക്കും. എതിർവശം, എതിരെ കിടക്കുന്നത്, ഈ ആംഗിളിൻ്റെ എതിരെ കിടക്കുന്ന വശമാണ് എതിർവശം. അപ്പോൾ മറ്റവൻ ആരായിരിക്കും? സമീപവശം. ഇനി അടുത്ത് നോക്കുക. ഈ ആംഗിൾ ഇപ്പോൾ ഈ ആംഗിളിനെ ബേസ് ചെയ്താണ് പറയുന്നത്. ഇവൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? എ ബി ആണ് അല്ലേ? ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ആരാണ്? എ ബി. അപ്പോൾ അവൻ ഓപ്പോസിറ്റ്. അപ്പം ഇവനാരായിരിക്കും? ചെറിയ സൈഡ് വശങ്ങൾ എന്ന് പറയുന്നത് ഈ രണ്ടുമാണ് അല്ലേ? അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? അഡ്ജസ്റ്റൻറ്റ് അല്ലേ? അടുത്ത് കിടക്കുന്നത് സമീപത്തുള്ളത് സമീപവശം, ഇവൻ ഓപ്പോസിറ്റ് ഉള്ളത് എതിർവശം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇവൻ എന്ത് തന്നെയാണ് ഹൈപ്പോട്ടൻസ്. അവിടെ നമ്മൾ ചുമ്മാ പേരെഴുതാനൊന്നും പോകണ്ട. ഹൈപ്പോട്ടൻസ് അങ്ങനെ ഒന്നും ചെയ്യേണ്ട. അങ്ങനെ ഇരിക്കുക. എതിർവശവും സമീപവശവും നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റൻറ്റ് സൈഡും മാർക്ക് ചെയ്യുക. ഈ കാര്യം ഓർത്ത് വയ്ക്കുക, ശ്രദ്ധിക്കുക. ആദ്യം പഠിക്കേണ്ടത് ഓപ്പോസിറ്റ്, അടുത്ത് പഠിക്കേണ്ടത് അഡ്ജസ്റ്റൻറ്റ്, അടുത്ത് പഠിക്കേണ്ടത് ഹൈപ്പോട്ടൻസ്. നമ്മൾ എന്തിനാണ് ഈ ട്രിഗണോമെട്രിക് റേഷ്യോസിൽ നമ്മളതിൻ്റെ റൂൾസ് നമ്മൾ നോക്കുമ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. അപ്പോൾ ഈ പറയുന്നതിൽ സൈൻ എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്.
സൈൻ എയുടെ ഓപ്പോസിറ്റ് ഏതാണ്? ബി സി. സൈൻ എ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബി സി ബൈ എന്താണ്? സൈൻ തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്താണ്? എ സി. മനസ്സിലായല്ലോ? ഇനി അടുത്ത് പഠിക്കുന്നതാണ് സൈൻ കോസ് എ. കാരണം എ ബേസ് ചെയ്താണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് സൈൻ എ, കോസ് എ, ടാൻ എ, കൊസിക് എ, സിക് എ, കോട്ട് എ, ഈ 6 എഴുതണം. അപ്പോൾ സൈൻ എ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എഴുതി, ബി സി ബൈ എ സി. ഇനി കോസ് എ adjacent side by hypotenuse. Cos A adjacent side. Cos A is equal to adjacent ഏതാണ്? AB. AB by എന്താണ്? BC. ഇനി അടുത്ത tan A എന്താണ് പറയുന്നത്? tan theta opposite side by adjacent side. Opposite side by adjacent side. BC by AB. BC by എന്താണ്? AB. BC by AB. അതായത് സൈൻ എ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് BC by AC. കോസ് എ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് AB by AC. tan A ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് BC by ഇതാണ് AB. ഇനി അടുത്ത് ഞാനിവിടെ പഠിക്കേണ്ടത് വെട്ടിക്കളഞ്ഞ കാര്യമാണ് പറയുന്നത്. കൊസിക് A sec A cot A. കൊസെക് എ, സീക്ക് എ, കോട്ട് എ. ഇവന്മാരെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. അതുകൊണ്ടാണ് കാണാൻ പഠിക്കേണ്ടത് പറഞ്ഞത്. അതായത് ബി സി ബൈ എ സി. അപ്പോൾ എന്താണ്? എ സി ബൈ ബി സി. കോസ് എ ബി ബൈ ബി സി തിരിച്ചെടുക്കുക. ബി സി ബൈ എ സി. ടാൻ എ ബി സി ബൈ എ ബി. അപ്പോൾ അത് തിരിച്ചിടുക. എ ബി ബൈ ബി സി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കാര്യങ്ങൾ മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വരണ്ട. എന്നാലും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് വൈൻഡപ്പ് ചെയ്യാൻ നോക്കാം. ഇന്നത്തേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്കൂളിലെ ചില ആംഗിളിൻ്റെയൊക്കെ ഈ സൈൻ തീറ്റ, സൈൻ ഇത്ര, അല്ലെങ്കിൽ സൈൻ 30, അല്ലെങ്കിൽ സൈൻ 60, അല്ലെങ്കിൽ സൈൻ 45, കോസ് 45, ടാൻ 45, അല്ലെങ്കിൽ ടാൻ 30, ടാൻ 60, ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കാനാണ് മിക്ക സ്കൂളുകളിലും പറഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ പല കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. സ്കൂളിലൊക്കെ കാണാതെ പഠിച്ചു വയ്ക്കാൻ പറയും. അങ്ങനെ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേറെ പഠിക്കാൻ കിടക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത് അഡാപ്റ്റ് ചെയ്യാത്തുള്ളതാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ആംഗിൾ 30 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യുക. ഈ ആംഗിൾ 60 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യുക. ഞാൻ വരച്ചത് തെറ്റിപ്പോയി. അതൊരു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഒരു ഐസോലസ് ട്രയാങ്കിളെ പോലെ ഇരിക്കും. ഓക്കെ, ഇത് 30, ഇതെന്താണ് ഇത് 30, ഇതെന്താണ് 60. 30, 60. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? ഇതിൻ്റെ ലെങ്ത് എത്ര ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ്. ഇതിൻ്റെ ചോദിച്ചാൽ 2 യൂണിറ്റ്. ഇതിൻ്റെ ചോദിച്ചാൽ 3 യൂണിറ്റ്. 1, 2, 3. മനസ്സിലായല്ലോ? അപ്പോൾ ഇതത്ര 1, ഇതത്ര 2, ഇതത്ര 3. തെറ്റി. ശ്രദ്ധിക്കുക. ഇവിടെ 1 യൂണിറ്റ്, ഇവിടെ 2 യൂണിറ്റ്, ഇവിടെ √3. ഇവിടെ പറയേണ്ടത് √3 ആണ്. 1 യൂണിറ്റ്, 2 യൂണിറ്റ്, √3. ഈ ഫിഗർ ഇങ്ങനെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രം നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അവിടെ ബേസിൽ നിങ്ങൾ ഇവിടെ മുകളിൽ എത്ര മാർക്ക് ചെയ്യുക? 30 ഡിഗ്രി. ഇവിടെ എത്ര മാർക്ക് ചെയ്യുക? 60 ഡിഗ്രി. ഇവിടെ 90 ഡിഗ്രി ആണെന്ന് അറിയാമല്ലോ.
ഇവിടെ എത്രയാണ് 1 യൂണിറ്റ്, ഇവിടെ എത്ര 2 യൂണിറ്റ്, ഇവിടെ എത്ര √3 യൂണിറ്റ്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോന്നിൻ്റെ വാല്യൂ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഈ ഫിഗർ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഇന്ന് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഞാൻ പഠിപ്പിച്ച റൂൾ അനുസരിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. നോക്കാം. സൈൻ 30 ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. എന്താണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് ഏതാണ്? 30യുടെ ഓപ്പോസിറ്റ് ഏതാണ്? 1 അല്ലേ? 30യുടെ ഓപ്പോസിറ്റ് ഏതാണ്? 1. അങ്ങനെയല്ലേ? അല്ല, ഇവിടെ ബി സി എന്ന് വേറെ ഒന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ഞാൻ 1ഉം 2ഉം √3 ഉള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പോൾ എന്താ പറയുക? ഓപ്പോസിറ്റ് വരെ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? 1 എന്ന് പറയുക. അപ്പം സൈൻ 30 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റ് എന്താ? റൂള് സൈൻ തീറ്റയുടെ റൂള് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ സൈൻ 30 ആകുമ്പോഴത്തേക്കും 30യുടെ ഓപ്പോസിറ്റ് ഏതാണ്? 1 ബൈ എന്താണ്? 2 ഹൈപ്പോട്ടനസ്. ഇനി കോസ് 30 സൈൻ 30 പറയുക, കോസ് 30 പറയുക, അടുത്ത ടാൻ 30 പറയുക. പിന്നെ അപ്പുറത്തോട്ട് കൊസിക്ക് 30 സിക് 30 കോട്ട് 30 അങ്ങനെയൊക്കെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. സൈൻ 30 1/2. അടുത്ത എന്താണ്? കോസ് 30 അത് അത്രയും പറയുക. കോസ് 30 അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇത് 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ എവനായിരിക്കും അത്? അഡ്ജസൻറ്റ് സൈഡ്. എന്താണ്? √3/2. ഓക്കെ. ഇനി അടുത്ത എന്താണ് പറയേണ്ടത്? ടാൻ 30. അപ്പോൾ സൈൻ 30 പഠിച്ചു, കോസ് 30 പഠിച്ചു, എന്താണ് അതിൻ്റെ വാല്യൂ പഠിച്ചു. ഇനി അടുത്ത എന്താണ്? ടാൻ 30. ടാൻ 30 എന്ന് പറയുമ്പോൾ ടാൻ 30 ഈസ് ഈക്വൽ ടു എന്താണ്? റൂൾ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ആണോ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സൈന് കോസ് ടാൻ. സൈൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് തീറ്റ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇനി അടുത്ത് പഠിക്കുന്നതാണ് ടാൻ തീറ്റ. ടാൻ 30. ടാൻ 30 എന്ന് പറയുന്നതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് ഇതിൽ ഏതാണ്? 30യുടെ ഓപ്പോസിറ്റ് 1 ബൈ എന്താണ്? √3. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഞാൻ അപ്പുറത്ത് നിങ്ങൾ മറന്നേക്കോ എന്ന് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. കൊസിക്ക് സീക്ക് കോട്ട് മറക്കരുത്. ഇത് മാത്രം പഠിച്ചിരിക്കുക, വാല്യൂ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കൊസിക്ക് സീക്ക് കോട്ട്. കൊസിക്ക് 30 ഈസ് ഈക്വൽ ടു 1/2. തിരിച്ചിടുക 2/1. ഇനി അടുത്ത് പഠിക്കുന്ന കൊസീക്ക് കഴിഞ്ഞാൽ എത്ര? കൊസൈൻ കോസ് ടാൻ കൊസീക്ക് സീക്ക് കോട്ട്. സൈൻ കോസ് ഇങ്ങനെ പഠിക്കുക. സൈൻ കോസ് ടാൻ കൊസീക്ക് സീക്ക് കോട്ട്. സൈൻ കോസ് ടാൻ കൊസീക്ക് സീക്ക് കോട്ട് എന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ കൊസീക്ക് സീക്ക് 30 √3/2. തിരിച്ചിടുമ്പോൾ 2/√3. ഇനി ടാൻ 30 1/√3. ടാൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? കോട്ട്. കോട്ട് 30 1/√3. തിരിച്ചെടുക്കുക √3/1. അടിയിലൊരു 1 കൊടുക്കേണ്ട കാര്യം ഇല്ല അല്ലേ? അപ്പോൾ 1/2 ഈ അടിയിൽ 1 കൊടുക്കാൻ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നു അല്ലേ? 1/2 കൊസീക് 30 2/1 ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. എന്നാലേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ പറഞ്ഞ കൊടുത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? 1/√3. ഇവിടെ തിരിച്ചപ്പോൾ √3/1 അടിയിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇത്തിരി കാര്യങ്ങൾ. ഇതാണ് 30യുടെ വാല്യൂ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് കോസ് 60 അല്ല സൈൻ. അടുത്ത സൈൻ 60. സൈൻ 60 ഈസ് ഈക്വൽ ടു നമ്മൾ ഈ പഠിച്ച റൂൾ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യണം. സൈൻ 60 ഓപ്പോസിറ്റ് സൈഡ് ബൈ റൂൾ എന്താണ്? സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. 60യുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? √3 ബൈ എന്താണ്? ഡിവൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടനസ് √3/2. സൈൻ അടുത്ത് സൈൻ 60 കഴിഞ്ഞാൽ എന്താണ്? കോസ് 60. ഇത് 60യുടെ ഓപ്പോസിറ്റ് സൈഡ്, 60യുടെ അഡ്ജസൻറ്റ് സൈഡ്. 30യുടെ ഓപ്പോസിറ്റ് സൈഡ്, 30യുടെ അഡ്ജസൻറ്റ് സൈഡ്. 60യുടെ ഓപ്പോസിറ്റ് ആദ്യം ഓപ്പോസിറ്റ് പറയണം. 60യുടെ ഓപ്പോസിറ്റ് സൈഡ് അടുത്തതാണ് ഇത് അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്. 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതെന്താണ്? അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്. അങ്ങനെ തിരിഞ്ഞു പോകാതെ നോക്കുക. അപ്പോൾ ഇതിനകത്ത് കോസ് 60 അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 1/2. ഇനി അടുത്തെന്താണ്? സൈൻ കോസ് ടാൻ 60 എന്താണ് അതിൻ്റെ റൂൾ? 60യുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് √3/1. കിടന്നോട്ടെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഒരു 1 അടിയിൽ കിടന്നോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്ത് തെറ്റിക്കും.
അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇനി അടുത്ത് കൊസിക് 60. ഇത് ചെയ്യണം. സാധാരണ നമ്മൾ എല്ലാവരും തിരിച്ചിട്ടില്ലേ, അതുപോലെ ഇവരെല്ലാം അങ്ങ് തിരിച്ചിടുക. √3/2 അല്ല, തിരിച്ചിടുമ്പോൾ 2/√3. ഇനി cos 60 1/2. കൊസിക്ക് കഴിഞ്ഞതിനടുത്ത് സീക്ക് 60 1/2 തിരിച്ചിടുമ്പോൾ 2/1. അടിയിൽ 1 വന്നാൽ കൊടുക്കണ്ട. ഇനി അടുത്ത tan 60 √3/1. അപ്പോൾ എന്താണ് കോട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? cot 60 √3/1 തിരിച്ചിടുമ്പോൾ 1/√3. ഇനി ഞാനിവിടെ വേറെ √3 ആണ് എഴുതിയിരുന്നത് എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ തപ്പിയേ എന്താണ്, എന്ത് ചെയ്യും, എങ്ങനെ തിരിച്ചിടും, വേറെ √3 എങ്ങനെ എടുത്ത് തിരിച്ചിടും? അതിൻ്റെ എന്താണ്, അതിൻ്റെ അടിയിൽ ഒരു 1 ഉണ്ട്, √3/1 അതിനെ തിരിച്ചിട്ടു, ഇതാണ് 1/√3. ഒരു കാര്യം മനസ്സിലായല്ലോ? ഓർത്തു വയ്ക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിക്കാം. ഏറ്റവും മുകളിൽ എന്താണ് 30, ഇവിടെ എന്താണ് 60, ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ നോക്കണം കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ 1 2 3 എന്ന് പഠിച്ചു വയ്ക്കുക. 1 2 3 1 2 3 മനസ്സിലായല്ലോ? ഏറ്റവും ചെറിയ വശം, ഏറ്റവും വലിയ വശം, അത് കഴിഞ്ഞിട്ട് അടുത്തത്. ദാറ്റ്സ് 1 2 3. അതായത് 1 2 3 ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് 1 2 3. ഈ 3 എന്നുള്ളത് ഒരു 3 എന്നതാണ് √3. ഇത് എങ്ങനെയാണ് കിട്ടിയത് √3 ശ്രദ്ധിക്കുക. ബേസ് ഞാൻ ഇവിടെ തന്നെ പോയത്, ഇതുണ്ട്. അപ്പോൾ ഇതെത്ര, ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് ഈ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? തേർഡ് സൈഡ് അല്ലേ? പിന്നെ നമ്മൾ എ എന്നും ബി എന്നും സി എന്നും കൊടുക്കുകയാണെങ്കിൽ എ ബി എങ്ങനെ കണ്ടുപിടിക്കുമായിരുന്നു? AB = √ ഹൈപ്പോട്ടൻസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്നാണ്. അതായത് 2² - 1² എന്താണ് 2². 4 - 1 4 - 1 എത്ര? 3. അങ്ങനെയാണ് ഇത് കിട്ടിയത്. മനസ്സിലായല്ലോ? ഈ സൈഡ് എങ്ങനെ കിട്ടിയെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് ഇങ്ങനെയാണ് കിട്ടിയത്. പക്ഷേ നിങ്ങൾ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ നോക്കി വയ്ക്കേണ്ട കേട്ടോ. ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഇത് 1, ഇത് 2, ഇതെന്താണ് √3. ഓക്കെ, ഇത് വെച്ചിട്ടാണ് 3 പഠിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് പഠിക്കുന്നത് ഇതൊരു ഐസോസ് ട്രയാങ്കിളാണ്. എന്താണ് ഐസോസ് ട്രയാങ്കിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? അതിൻ്റെ 2 സൈഡ് എന്താണ് ഈക്വലാണ്. മനസ്സിലായല്ലോ? 2 സൈഡ് ഈക്വലായിരിക്കും. 2 സൈഡ് ഈക്വലാണ്. ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ ഇത് ഒരു മട്ട ത്രികോണം അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഇതൊരു 90 ഡിഗ്രിയാണ്. അപ്പോൾ ബാക്കി രണ്ടും കൂടെ പ്ലസ് മാത്രം കിട്ടണം, 90 കിട്ടണം. അപ്പോൾ ഹാഫ് അല്ലേ? അപ്പോൾ 45 45 2 സൈഡ് ഈക്വലാണ്. അതിൻ്റെ ബേസ് ആംഗിൾസ്, ഐസോസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വലാണെന്നുള്ള റൂൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എത്ര യൂണിറ്റാണ്? ഇതും ഈക്വൽ അല്ലേ? അപ്പോൾ ഇതെത്ര 1 യൂണിറ്റ്, ഇതും എന്താണ് 1 യൂണിറ്റ്. ഇതെത്ര 1 യൂണിറ്റ്, ഇവിടെ എത്ര 1 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടൻസ് എന്തായിരിക്കും? നമുക്കിതിന് എ എന്നും ബി എന്നും സി എന്ന് കൊടുത്താൽ AC = എന്താണ് ഹൈപ്പോട്ടൻസ് കണ്ടുപിടിക്കുക. പണ്ട് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഹൈപ്പോട്ടൻസ് = √ എന്താണ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് എത്ര 1 1² + ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എത്ര 1² = 1² എത്ര 1 + വീണ്ടും 1² എത്ര 1. ഇപ്പോഴും ചില കുട്ടികളുടെ ചോദിക്കുകയാണ് 1² എത്ര 2, 3² എത്ര 6, 4² എത്ര 8, 5² എത്ര 10. പെട്ടെന്ന് വിളിച്ച് പറയും അല്ലേ? മണ്ടത്തരങ്ങൾ അങ്ങനെ വിളിച്ച് പറയാൻ ആർക്കും ഒരു ക്ഷാമം പോലെ പെട്ടെന്ന് വിളിച്ച് പറയും. ഒന്ന് ആലോചിക്കുക, ഒരു സെക്കൻഡ്. മാത്സ് എപ്പോഴും ചെയ്യുമ്പോഴും എടുത്ത് ചാടി നിങ്ങൾ ആൻസർ ചെയ്യരുത്. ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ചിന്തിച്ചിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ അത് എഴുതാവും. അതുകൊണ്ട് 1² 2 എന്ന് പറഞ്ഞു കഴിയുന്നത് 1² എത്ര 1 × 1 അതിൻ്റെ സ്ക്വയർ, അതിൻ്റെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 2 ടൈംസ് അല്ല, അതിൻ്റെ സ്ക്വയർ ആകുമ്പോൾ 2 ആ നമ്പറോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 1 ആണ് 1 അല്ലേ? അതുപോലെ 1 × 1 1 2 + 2. അതാണ് ഇവിടുത്തെ ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ 1 √2. ഇത്തിരി കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ഇതുകൂടെ പഠിപ്പിച്ചിട്ട് നിർത്താം.
നമുക്കിത് ചെയ്യേണ്ടത് പറഞ്ഞാൽ 45 നമ്മൾ സൈൻ 30 പഠിച്ചു, കോസ് 30 പഠിച്ചു, ടാൻ 30 പഠിച്ചു, കൊസീക് 30 പഠിച്ചു, സീക്ക് 30 പഠിച്ചു, കോട്ട് 30 പഠിച്ചു. അത് കഴിഞ്ഞ് സൈൻ 60 പഠിച്ചു, കോസ് 60 പഠിച്ചു, ടാൻ 60 പഠിച്ചു, കൊസീക് 60 പഠിച്ചു, സീക്ക് 60 പഠിച്ചു, പിന്നെ എന്താണ് കോട്ട് 60 നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി അടുത്ത് പഠിക്കാനുള്ളത് 45 വാല്യൂസ് കൂടിയാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നാം ഈ പറഞ്ഞതിൽ സൈൻ 45 സൈൻ 45 is equal to സൈൻ 45 കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട്, അവിടെ കിടന്നോട്ടെ, അവനവിടെ കിടന്നോട്ടെ, നമുക്ക് ഇത് വെച്ചെടുക്കാം. രണ്ടും ആൻസർ ഒന്നായിരിക്കും. 45 ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇത് അല്ലേ? സൈൻ തീറ്റ എന്താണ് റൂള്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? 1. ഹൈപ്പോട്ടൻസ് ഏതാണ്? 2. √2. 1/√2. ഇനി അടുത്ത് പഠിക്കുന്നത് ഏതാണ്? കോസ് 45 അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. Sin 45 opposite side by hypotenuse, cos 45 adjacent side by hypotenuse. കണ്ടോ, രണ്ടും ഒരുപോലെയല്ലേ? സൈനിൻ്റെ വാല്യൂ സൈൻ 45 കോസ് 45 എന്താണ്? 1/√2 1/√2 എന്നാണ് കേട്ടോ. ഇനി അടുത്ത് സൈൻ കോസ് ടാൻ. ടാൻ 45 is equal to റൂൾ എന്താണ്? എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. 45 ഓപ്പോസിറ്റ് ഇതെന്താണ്? അഡ്ജസൻറ്റ്. 1/1 കിടന്നോട്ടെ, ഒരു 1 കിടന്നോട്ടെ. ഇനി അടുത്ത അപ്പുറത്ത് കൊസിക് 1/1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് കേട്ടോ. കൊസിക് 45 1/√2 എന്തിനാണ് തിരിച്ചിടുക? ഇവിടെയൊക്കെ നമ്മൾ തിരിച്ചിടുക. √2/1 അടിയിൽ കൊടുക്കണ്ട. കോസ് 45 അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സീക്ക് 45. ഇവിടെ 1/√2 ആണ്. സെയിം എന്താണ്? √2. ടാൻ 45 അതിൻ്റെ ഓപ്പോസിറ്റ് ഇതാണ് കോട്ട്. വൺ ബൈ വൺ എന്ന് പറയുന്നത് 1 അല്ലേ? അവിടെ ഒരു 1 ഇട്ടാൽ ഇത്തിരി കാര്യം മനസ്സിലായല്ലോ. ഇത്രയാണ് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഈ ട്രിഗണോമെട്രിയിൽ പഠിച്ചു വയ്ക്കാനുള്ളത്. ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇത്രയേ ഉള്ളൂ ഞാനത് പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ? വളരെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുണ്ടായിരുന്നത്. കുറച്ച് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതെൻ്റെ ഒരു ഫസ്റ്റ് എന്താ പറയുക, ആദ്യത്തെ ഒരു അറ്റംപ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, അപാകതകളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് എനിക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ ധൈര്യമായിട്ടും, ഇനി നിങ്ങൾ എൻ്റെ വിദ്യാർത്ഥികളാണ്, ആ ഒരു സ്നേഹബന്ധം നമ്മളെപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകണം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ സർ ഇങ്ങനെയാണ്, ഒന്ന് കുറച്ച് ഇങ്ങനെ മെച്ചപ്പെടുത്തണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതുവരെ കേട്ട എല്ലാവർക്കും വളരെ നന്ദി. ഓക്കെ, നിങ്ങളുടെ ഈ അടുത്ത കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. ശരി, വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.